ഒരു ദിവസം കൂടി ദാനമായി തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 1 കൊരിന്തോസ് 16-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യനായിരിക്കണം ഒരു വിശ്വാസി. കർത്താവ് പറയുന്നു, എന്റെ അടുത്ത് വന്ന് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനായിരിക്കണം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആകുലതയിൽ അടിമപ്പെട്ട് നിരാശരായിരിക്കാതെ നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനം പറയുന്ന പ്രകാരം ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നമ്മുടെ യാചനകൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രതികൂലങ്ങളുടെ മധ്യേ ദൈവം എപ്പോഴെങ്കിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യേ നിങ്ങളെ സഹായിച്ച കർത്താവ് ഇപ്പോഴും നിങ്ങളെ സഹായിക്കുവാൻ മതിയായ ദൈവമാണ്. വിശ്വസിക്കുക. ദൈവം ഇപ്പോഴും വിശ്വാസികളെ അന്വേഷിക്കുകയാണ്, സത്യവിശ്വാസികളെ മാത്രം. വിശ്വാസികളോട് വചനം പ്രഖ്യാപിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. സ്നേഹമുള്ളവരെ, ദൈവം സകല നന്മകളും നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാം വിശ്വാസത്തോടെ നടക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, മാനസാന്തരപ്പെടണം. വിശ്വാസത്തോടെ നടക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് പലതും പറയുവാനും ചെയ്യുവാനും സാധിക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പത്രോസിന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ കണ്ടതുകൊണ്ട് കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, നമുക്ക് ചേർന്ന് പാടാം. ഹല്ലേലൂയ. നിന്റെ ആലയം എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളെ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. സ്നേഹമുള്ളവരെ, ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ആഴമനുസരിച്ച് ദൈവം പ്രവർത്തിക്കും. ഒരു ചെറിയ കടുകുമണിയോളം വിശ്വാസമാണ് നമുക്ക് ഉള്ളത് എങ്കിലും അത്രമാത്രം പ്രവർത്തിക്കുവാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. നമുക്ക് ചേർന്ന് കർത്താവിനെ ആരാധിക്കാം, സ്തുതിക്കാം. അവിടുന്ന് എത്രയോ നല്ലവനാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടുത്തെ നാമം നമുക്ക് ഉയർത്തി ചേർന്ന് പാടാം. സംഗീതം നിന്റെ യാഗപീഠങ്ങൾ നീവൽ ഭക്ഷിക്കും ചെറുകുരിയിലും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ നീവൽ ഭക്ഷിക്കും ചെറുകുരിയിലും. രാവിലെ നിൻ നന്മകളെയോർത്തു പാടി സ്തുതിച്ചിരുന്നു. രാവിലെ നിൻ നന്മകളെയോർത്തു പാടി സ്തുതിച്ചിരുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും ഹല്ലേലൂയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഹല്ലേലൂയ. നമുക്ക്
കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്ന് കർത്താവിനോട് പറയാം, കർത്താവേ എനിക്ക് വിശ്വാസ വരം നൽകണമേ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പാപവചനം നേടാം. നമ്മെ ഒരിക്കലും കൈവിടാത്ത ദൈവത്തിൽ ആശ്രയിച്ച് നൂറുമേരെ ഫലം നൽകുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. ആമേൻ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരാം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ഹല്ലേലൂയ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഹല്ലേലൂയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ചേർന്ന് പാടും. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, ആമേൻ. തന്മക്കൾക്കെന്നും പരിചയം. ഹല്ലേലൂയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയം. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ആമേൻ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകാം. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം ഉണ്ട്, നിത്യാനന്ദമുണ്ട്, അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും കർത്താവായ യേശുക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.